എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോ റോയിയെ കുറിച്ച് തന്നെയാണ്. അദ്ദേഹം ഏതായാലും നമ്മളുടെയൊക്കെ ഇഷ്ടം, സാധാ ജനങ്ങളുടെ ഇഷ്ടം വാങ്ങിയ ഒരു മനുഷ്യൻ തന്നെയാണ്. നമ്മുടെ നോട്ടത്തില്, സാധാരണ ആൾക്കാരുടെ നോട്ടത്തിൽ വളരെയധികം ചാരിറ്റി ഒക്കെ ചെയ്യും, ഒത്തിരി കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുകയും അങ്ങനെ പല ചാരിറ്റി ചെയ്ത ഒരു മനുഷ്യനാണ്. അപ്പൊ മാത്യു സാമുവിലൊക്കെ വന്നപ്പോൾ വിശദമായിട്ട് കാര്യങ്ങളും ഒരു സൈഡിൽ പറയുന്നുണ്ട്. മറു സൈഡിൽ രാഹുൽ ഈശ്വറിന്റെ വീഡിയോ ഞാൻ കണ്ടു. രാഹുൽ ഈശ്വർ ഈ നമ്മുടെ സിസ്റ്റം വേട്ടയായിട്ട് പിടിക്കുന്നതാണ്, BJPക്കാർ എന്നുള്ള രീതിക്ക് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. ഏത് ബിസിനസ്സുകാരെയും ഇങ്ങനെ ചെറുകിട ആൾക്കാരെ, കുഞ്ഞു ആൾക്കാരെ പോലും വെറുതെ വിടാത്ത ഒരു രീതിയാണ്. ഇപ്പം ഒരു വീട് വെക്കണേ, ഒരു കിണർ കുത്തണമെങ്കിലും എല്ലാത്തിനും വലിയ വലിയ കാര്യങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തെ നിരന്തരം വേട്ടയാടുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ചേട്ടന്റെ വോയിസും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ശരിക്കും മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, വ്യക്തിപരമായിട്ട് റോയി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അഭിമാനവും ദുരഭിമാനവും കൂടെയുള്ള ഒരു മനുഷ്യനാണ്. ഇൻസൾട്ടാണ് അദ്ദേഹം എപ്പോഴും ഒരു പ്രചോദനമായിട്ടെടുത്ത് ജീവിതത്തിൽ വിജയിച്ചു വന്നത്. കാരണം ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പുതിയ കാറ് വന്നപ്പോൾ ആ കാറിന്റെ ഷോറൂമിൽ പോയി ആ കാറ് എല്ലാ മനുഷ്യരും, ആ നാട്ടിലുള്ളവരും എല്ലാവരും കാണാൻ നിന്നപ്പം ഇദ്ദേഹവും സ്കൂൾ ബാഗ് തോളിലിട്ട് ആ കാറിന്റെ ഷോറൂമിൽ കയറി ആ കാറ് കണ്ടപ്പോൾ ഉടനെ സെയിൽസ്മാൻ, നീ ഒരു കൊച്ചല്ലേ എന്നുള്ള രീതിക്കായിരിക്കും സെയിൽസ്മാൻ, നീ എന്താ ഇത് കാണാൻ നിൽക്കുന്നത്, നീ ഇത് വാങ്ങാൻ പോകുന്നോ എന്നും ചോദിച്ച് ഇറക്കി വിട്ടു. അപ്പൊ തന്നെ മനസ്സിൽ കരുതി ഒത്തിരിയും കാറ് വാങ്ങണമെന്ന്. അത് കഴിഞ്ഞ് പുള്ളിയുടെ തീരുമാനം 7 ദിവസവും ഓരോ കാറ്, ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 7 ദിവസം ഓരോ കാറ് വെച്ച് ഉപയോഗിക്കണം എന്നുള്ള രീതിക്ക്. ആദ്യം മേടിച്ച മാരുതി കാറാണ്. അത് മേടിച്ചോണ്ട് വന്നപ്പോൾ അതിന്റെ ലോണാണ് 1 ലക്ഷം, ബാക്കി 1,10,10 ആ 10 രൂപ മാത്രം കൊടുത്ത് കാർ എടുത്തു. അപ്പൊ വൈഫ് എന്നോട് പറഞ്ഞു ഇനി 6 കാറുകൂടെ ഇവിടെ വരുമെന്ന്. അപ്പൊ വൈഫ് പറഞ്ഞു ആദ്യം എടുത്ത് ഈ കാറിന്റെ കടമൊന്ന് തീർക്കാൻ പറഞ്ഞു. അതായത് ആകെ 10,000 കൊടുത്തിട്ടുള്ളൂ. പക്ഷെ 6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് കാറുകൾ ഇങ്ങനെ ഓരോന്ന് വന്നു തുടങ്ങി. അതുകൊണ്ടാണ് ഈ കാറൊക്കെ വാങ്ങുന്നത്. പിന്നെ ഫ്ളാറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ കോൺഫിഡൻസ് ഗ്രൂപ്പ്, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കോൺഫിഡൻസ് ഇല്ലാത്ത ഗ്രൂപ്പ് എന്ന് വേണേൽ പറയാം. കാരണം ആ പണിയാണ് ഇപ്പൊ അദ്ദേഹം ചെയ്തത് നമുക്ക് പറയണല്ലേ. എന്ത് പ്രതിസന്ധി ആണേലും തരണം ചെയ്യണം. ആ ഗ്രൂപ്പിന്റെ പേര് കോൺഫിഡൻസ് എന്നാണല്ലോ. പക്ഷെ അത് കളഞ്ഞു. അപ്പൊ അത് പോട്ടെ. അല്ലെങ്കിൽ സാധാരണ വളർന്നു വരുന്ന എല്ലാവർക്കും ഒരു മാതൃക എന്ന് പറഞ്ഞാൽ അത്ര ഉദാഹരണമാണ്. ഈ പ്രായമല്ലേ ആയിട്ടുള്ളൂ. 36 വയസ്സിൽ വിമാനം കടവില്ലാതെ ലോണില്ലാതെ സ്വന്തമായിട്ടും വാങ്ങിയ ഒരു മനുഷ്യനാണ്. അപ്പൊ ഇച്ഛാശക്തിയും ഹാർഡ് വർക്കുമാണ് പറയുന്നത്. ആർക്കും മാതൃകയാക്കാം. പക്ഷെ അഭിമാനം മാറി ദുരഭിമാനമായി മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇവര് ഇൻകം ടാക്സ് റെയ്ഡിന് ചെല്ലുന്നുള്ള പറഞ്ഞാൽ സ്റ്റേ മേടിച്ച് വെച്ചിരിക്കുകയാണ്. ആ സ്റ്റേ കഴിഞ്ഞിട്ട് 3-4 ദിവസമേ ആയിട്ടുള്ളൂ. ഇവര് നോക്കി കറക്റ്റായിട്ട് നോക്കിയിരുന്ന് റെയ്ഡിന് പോവാണ്. റെയ്ഡ് നീങ്ങുന്ന അനുസരിച്ച് പുള്ളിക്കാരന് അദ്ദേഹത്തിന് മനസ്സിലായി അറസ്റ്റിലേക്ക് നീങ്ങുന്നു. ആ അറസ്റ്റിലേക്ക് പോയിട്ട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ന്യൂസായിട്ട് വരാൻ റോയി അറസ്റ്റിലും കണ്ട ആ ഒരു വിശ്വസ്ത സ്ഥാപനം എന്നും പറഞ്ഞ് ഒരാളെ നിങ്ങൾ ഓർക്കുന്നില്ല, പരസ്യം പറഞ്ഞ് അവസാനം ജയിലിലൊക്കെ കിടന്നില്ലേ രാമചന്ദ്രൻ എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്കൊക്കെ പോകും എന്നുള്ള കാര്യം എത്തിയപ്പം അദ്ദേഹത്തിന് അതിന് നിൽക്കാൻ കഴിയലാഞ്ഞിട്ടാണ് ആത്മഹത്യ ചെയ്ത്. ഉള്ള ഇന്റർവ്യൂ എല്ലാം, പുതിയ ഇന്റർവ്യൂലെല്ലാം കാണാം. അത്ര മനസ്സുകൊണ്ട് അത്രയും ജീവിതത്തെ ആസ്വദിച്ച് ജീവിതത്തിൽ വിജയിച്ച് യാതൊരു നിരാശയും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ഈ നിമിഷം ഒരു പ്ലെയിൻ ക്രാഷിൽ മരിച്ചാലും ഞാൻ കരയത്തില്ല, സന്തോഷത്തോടെ മരിക്കും എന്ന് വെച്ചാൽ ജീവിതം അത്ര സക്സസ്സായി എന്നുള്ളൊരു ഇന്റർവ്യൂവും സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മളെല്ലാം പറയുമ്പോൾ അദ്ദേഹം ഇത് ചെയ്തതിന്റെ ഒരു വിഷമത്തിൽ നമ്മളിത് പറയുമ്പോൾ മാത്യു സാമുവൽ ഇൻകം ടാക്സ് ഓഫീസർമാരെയൊക്കെ വിളിച്ചതിന് ശേഷം സംസാരിക്കുന്ന ഒരു സംസാരമുണ്ട്. ഇവരൊക്കെ ഈ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരു ലെവലിലേക്ക് എത്തുമല്ലോ. അപ്പം അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് പറയുന്നുണ്ട്. മാത്യു സാമുവൽ ഒരു വർഗീയവാദിയൊക്കെയാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. കടുത്ത വർഗീയവാദിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള വ്യക്തിയാണ്. എന്നാലും ഈ പറഞ്ഞത് കേൾക്കുമ്പം അന്വേഷിച്ചറിഞ്ഞിട്ട് പറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അപ്പൊ അതൊന്ന് കേട്ടു നോക്കാം. ഇവിടെ ഞാന് റോയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചില ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, റോയിയുടെ ചില പണമിടപാടുകൾ വിദേശത്തു നിന്നും അതേപോലെ സ്വദേശത്തു നിന്നും പലയിടത്തുമായിട്ട് അദ്ദേഹം നടത്തിയ ചില ഫണ്ടിങ്ങിനകത്ത് ദുരൂഹതയുണ്ട്. അതിനകത്ത് സസ്പീഷ്യസ് ആയിട്ടുള്ള പല പരിപാടികളുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും റോയിയുടെ മുമ്പിൽ പല ഡോക്യുമെന്റ്സ് ആയിട്ട് പല പ്രാവശ്യവും റോയി അപ്പലേറ്റ് അതോറിറ്റിക്ക് മുമ്പിലും ഇൻകം ടാക്സിന്റെ ഒഫീഷ്യൽസിന്റെ മുമ്പിലും അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പലതിനകത്തും പ്രോപ്പറായിട്ട് ഉത്തരം കൊടുക്കുവാൻ CJ റോയിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതൊരു സത്യാവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചിലർ പറയുന്നത്, അതായത് റോയിയുടെ കയ്യിൽ സ്ലോവാക്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ, അതായത് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യത്തിൻ്റെ
കോൺസുലേറ്റ് ജനറൽ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് അദ്ദേഹം പണം കൊടുത്താണ് വാങ്ങിയിരിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നത് റോയിയുടെ പല ഇടപാടുകളെ പറ്റിയും പ്രോപ്പറായിട്ടുള്ള സംഭവങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ റോയ്, അതായത് എങ്ങനെയാണ് ഒരു ഇമേജ് കെട്ടിവെച്ചിരിക്കുന്നത്, അത് പൊളിയാനുള്ള ധാരണയുണ്ട്. കാരണം ഒരിക്കൽ ജയിലിൽ പോയതിൻ്റെ ഇൻഡെപ്തായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും പരിപാടിയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ A to Z കാര്യം, ഇൻക്ലൂഡിങ് ഈ പറയുന്ന മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉൾപ്പെടെ സംഭവങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. പിന്നെ എവിടെയൊക്കെയാണ് മറ്റുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിനെപ്പറ്റിയുള്ള ഏകദേശ ധാരണയൊക്കെ ഈ പറയുന്ന ഇൻകം ടാക്സിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ മൾട്ടിപ്പിൾ വെർട്ടിക്കൽസ് ഇതിനകത്തുണ്ട്. ഈ പറയുന്ന പോലെ അത്ര ക്ലീൻ ഒന്നും ആയിരുന്നില്ല. അപ്പം സ്വന്തം ബ്രാൻഡും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പല സംഭവങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആയിരുന്നു. പക്ഷേ ഈ ഫണ്ടിങ്ങിൻ്റെ അകത്തൊക്കെ അതിദുരൂഹത ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് കഴിഞ്ഞ 3-4 വർഷമായിട്ട് CJ റോയ്ക്കെതിരെ ഇൻകം ടാക്സിൻ്റെ മറ്റ് പല ഏജൻസികളും, പല ഇൻ്റർനാഷണൽ ഏജൻസികൾ, ഇന്ത്യക്ക് ഉൾപ്പെടുന്ന ഇൻ്റർനാഷണൽ ഏജൻസികളും ഇദ്ദേഹത്തിൻ്റെ പണമിടപാടിനെ പറ്റി അന്വേഷിച്ചിരുന്നു. അതിന് പ്രോപ്പറായിട്ട് ഉത്തരം കൊടുക്കാൻ റോയിയെ കൊണ്ട് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ആ ഒരു സന്ദർഭത്തിൽ ഇതുണ്ടാകാനുള്ള പോസിബിലിറ്റിയാണ് ഞാൻ പല സീനിയർ ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പലതിൻ്റെ ഉറവിടം റോയ്ക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇത് ചീട്ട് കൊട്ടാരം പോലെ പൊളിഞ്ഞു പോകും. രണ്ടാമതൊരു ഫാക്ടർ എന്ന് പറയുന്നത്, ഈ ഇമേജും ഈ സംഭവങ്ങളൊക്കെ പൊളിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിക്കാൻ വെച്ചിരിക്കുന്നൊരു ഇമേജുണ്ട്. അതായത് സ്കോളർഷിപ്പ് കൊടുക്കുക, അത് കൊടുക്കുക, ഇത് കൊടുക്കുക, അതൊക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മാറ്ററൊക്കെ ആയിരിക്കും, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ അതൊരു കവചമാണ്, ഒരു കവചം പോലെ നിർത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് ഈ സംഭവം പൊളിയാനുള്ള പോസിബിലിറ്റിയൊക്കെ കണ്ടിട്ടാണ് ഇദ്ദേഹം സൂയിസൈഡ് ചെയ്യാനുള്ള കാരണമെന്നാണ് ചില സീനിയർ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് മനസ്സിലാക്കുക, ഇന്ത്യയിൽ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത് റോയിയുടെ മാത്രം തെറ്റൊന്നുമല്ല, ഇന്ത്യയുടെ ബിസിനസ് എക്കോസിസ്റ്റം അതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം ഈ പറയുന്ന പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും ബ്യൂറോക്രാറ്റ്സ് ആണെങ്കിലും അവരുടെ കൂടെ അവരെ സൂചിച്ച് നിൽക്കാതെ ഇന്ത്യയിൽ ഇതേപോലെ ഒരു ബിസിനസ് സക്സസ് ആകാൻ പറ്റില്ല. ബാക്കി എല്ലാവരും ഒരു 100% ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ റോയി ഒഴുകിയിട്ടുണ്ട്. ഈ പറയുന്ന ഫണ്ടിൻ്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണ്, ഇതിനെപ്പറ്റിയുള്ള പ്രോപ്പറായിട്ടുള്ള പലതും പറയാൻ റോയിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ഏറ്റവും പ്രധാന പ്രശ്നമായിട്ട് അവർ കാണുന്നത് സ്ലോവാക്യൻ കോൺസുലേറ്റ് ജനറൽ പോസ്റ്റ് ഇദ്ദേഹം വില കൊടുത്ത് മേടിച്ച് അതിൻ്റെ മറവിൽ നടത്തിയ ഇടപാടുകൾ ഹ്യൂജാണ്, വളരെ വളരെ ഹ്യൂജായ ഇടപാടാണ്. അപ്പോൾ അതിനകത്ത് പല ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വന്നിരിക്കുന്നതെല്ലാം ബ്ലാക്ക് മണിയാണ്. അപ്പോൾ അതിൻ്റെ റൂട്ടെല്ലാം കൂടെ തപ്പിപ്പോയി കഴിഞ്ഞപ്പം റോയിക്ക് പലതിനും ഉത്തരം കൊടുക്കാൻ സാധിച്ചില്ല. അതോടുകൂടിയാണ് ഇൻകം ടാക്സ് അവർ പറയേണ്ടി വന്നത് അയാളെ അറസ്റ്റ് ചെയ്യും. ആ ഒരു സന്ദർഭത്തിൽ റോയി എടുത്ത തീരുമാനമാണ് എന്നാണ് ഇൻകം ടാക്സിൻ്റെ പല ഒഫീഷ്യൽസും പറയാൻ എന്നോട് പറഞ്ഞത്.